ഇത് നിന്റെ അവസാനത്തെ ഉറക്കമാണ് മഹി. ഈ ഉറക്കത്തിൽ നിന്ന് നീ ഇനി ഒരിക്കലും ഉണരാൻ പോകുന്നില്ല. നീ കൊല്ലാൻ വന്നതാണോ? അയ്യോ പാമ്പ്! 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 ഇന്നത്തോടെ മഹിയുടെ കഥ കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. പോയത് രാഹുലായതുകൊണ്ടാ സംശയം. അവൻ കൊളാക്കാതിരുന്നാ മതിയായിരുന്നു. എന്താടാ എന്താ പറ്റിയ കാര്യം പറ. നീ എന്താ നോക്കുന്നേ? നിനക്ക് എന്നെ കൊല്ലണ്ടേ? എന്നെ കൊല്ലാതെ പോവാണോ നീ? അയ്യോ എന്താടാ മഹി! നിനക്കെന്താ വട്ടായോ? മഹി, നീ മഹിയല്ലേ? നീ വല്ല കഞ്ചാവോ പൊടിയോ വലിച്ചു കയറ്റി കാണും. നിന്റെ കണ്ണ് കണ്ട അറിയാലോ. എടാ ഞാൻ ഗോകുലാടാ. ശരിയാ, നീ ഗോകുല. അല്ല, അപ്പോ മഹിയോടെ? മഹി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ. നീ പോയ കാര്യം എന്തായി? അതൊന്നും ആയില്ല. മഹി എവിടെ എഴുന്നേറ്റിരുന്ന് ഞാൻ അവനെ കൊല്ലാൻ ചെന്നതാണോ എന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ഓടി വന്നപ്പോ എന്താ കൊല്ലാതെ പോന്നെന്ന് ചോദിച്ചു. നീ എന്താ എന്നെ ഒരുമാതിരി പറ്റിക്കുകയാണോ? അതോ നിനക്ക് ശരിക്കും വട്ടായോ? എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. സിസ്റ്റർ, സിസ്റ്റർ, ഈ മെഡിസിൻസ് എല്ലാം ഫോളോ ചെയ്യണം. ഓക്കെ ഡോക്ടർ. എല്ലാ സമയത്തും പേഷ്യന്റിന്റെ കൂടെ സിസ്റ്റർ ഉണ്ടാവണം. കേട്ടോ? സിസ്റ്റർ, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇയാൾ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്ക്. ഓക്കെ ഡോക്ടർ. ഞാൻ പോയി റിലേറ്റീവ്സിനോട് ഇൻഫോം ചെയ്തിട്ട് ഡോക്ടർ. മഹിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ആരാണ് ഗംഗ? അവളെന്തിനു ഡോക്ടർ അന്വേഷിക്കുന്നത്? ഞാൻ അന്വേഷിച്ചതല്ല, മഹിയാണ്. അബോധാവസ്ഥയിലും മഹി ഗംഗയുടെ പേര് പറയുന്നുണ്ട്. മഹിയുടെ വൈഫാണോ ഗംഗ? ഗംഗ മഹേട്ടിന്റെ ആരുമല്ല. മഹേട്ടിന്റെ ഭാര്യ ആവാൻ പോകുന്ന പെണ്ണ് ഞാനാ. ഓ സോറി, അതെനിക്കറിയില്ല. ഗംഗയുടെ പേരാ പേഷ്യന്റ് പറയുന്നത്. ഗംഗ അടുത്തുണ്ടെങ്കിൽ മഹി കണ്ണു തുറക്കുമ്പോ ഗംഗയെ ആദ്യം കണ്ടാൽ മഹിയുടെ ഓർമ്മ തിരിച്ചു കിട്ടില്ലേ? ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതകൾ കൂടും. ചില പേഷ്യൻസിന് ഇത്തരം ഓർമ്മക്കുറവുകൾക്ക് ശേഷം പഴയ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ചിലപ്പോ കുട്ടിക്കാലത്തെ ഓർമ്മകളോ കൗമാരക്കാലം വരെയുള്ള ഓർമ്മകളോ മാത്രമായിരിക്കും അവശേഷിക്കുക. ഒരു പേഷ്യന്റിനെ ചികിത്സിക്കുന്ന
ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അയാളെ ജീവിതത്തിലേക്ക് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തിക്കുക എന്നുള്ളതിലാ മുൻതൂക്കം. ഒരു ഓർമ്മ പോലും നഷ്ടപ്പെടാതെ മഹിയെ നിങ്ങളുടെ പഴയ മഹിയായി തന്നെ തിരിച്ചു കൊണ്ടുവരാനാ ഞാൻ ശ്രമിക്കുന്നത്. അബോധാവസ്ഥയിൽ പോലും മഹിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ആളുടെ പേര് ഗംഗയുടേതാണ്. ആ കുട്ടി അയാൾക്ക് അത്ര പ്രിയപ്പെട്ടതായതുകൊണ്ടല്ലേ ഗംഗ എന്നുള്ള പേര് മഹി ഇപ്പോഴും പറയുന്നത്. അയാൾ ഉണരുമ്പോ ഗംഗ അടുത്തുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. ഇല്ല ആന്റി, ഞാനിത് സമ്മതിക്കില്ല. മഹേട്ടൻ അബോധാവസ്ഥയിൽ പോലും പറയേണ്ടിയിരുന്നത് എന്റെ പേരായിരുന്നു. അവളുടെ പേര് പറയാൻ മാത്രം എന്ത് ബന്ധം അവർ തമ്മിലുള്ളത്? മഹേട്ടന് ഓർമ്മ അല്പം വൈകി വന്നാലും സാരമില്ല. ഗംഗയെ കണ്ടുണരാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ ഇനി ഹോസ്പിറ്റലിൽ നിന്നല്ല, മഹേട്ടന്റെ അടുത്ത് വരാൻ പോലും ഞാൻ അനുവദിക്കില്ല. അക്കാര്യത്തിൽ ആന്റി എന്റെ കൂടെ നിൽക്കണം. ഞാൻ നിന്റെ ഒപ്പം തന്നെയുണ്ട് ശ്രേയ. പക്ഷേ ഗംഗയെ നിനക്ക് അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഞാൻ ഒഴിവാക്കിക്കോളാം ആന്റി. എന്നെ തടയാതിരുന്നാ മാത്രം മതി. മഹി എങ്ങാനും ഗംഗയെ അന്വേഷിച്ച നമ്മൾ എന്ത് മറുപടി പറയും? ഗംഗ നകുലിന്റെ കൂടെ എവിടെയെങ്കിലും പോയെന്ന് പറയാലോ. അതൊക്കെ ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചോളാം. നിങ്ങളെല്ലാരും എന്റെ കൂടെ ഉണ്ടായിരുന്നാ മാത്രം മതി. മഹിയേട്ടന്റെ ഓപ്പറേഷൻ കഴിഞ്ഞോ? മഹിയേട്ടന് സുഖായോ? നിന്നോട് ഇനി ഇവിടേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഇവിടേക്ക് കയറി വന്നത്? ഇറങ്ങി പോടി ഇവിടുന്ന്. ശ്രേയച്ചി, ഞാൻ മഹിയേട്ടനൊന്ന് കണ്ടിട്ട് പോയിക്കോളാം. വേണ്ട, നീ ഇനി ഒരിക്കലും മഹേട്ടനെ കാണാൻ പാടില്ല. മഹേട്ടൻ തിരിച്ച് കൈലാസം വീട്ടിലെത്തുമ്പോ നീ അവിടെ ഉണ്ടാവാൻ പോലും പാടില്ല. ഇപ്പൊ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയി വീട്ടിൽ ചെന്ന് നിന്റെ മുത്തശ്ശിയെ വിളിച്ചോണ്ട് തറവാട്ടിലേക്കോ വല്ല ചുടുകാട്ടിലേക്കോ എങ്ങോട്ടെന്ന് വെച്ച പോ. ഇനി നിന്നെ എന്റെ മുന്നിൽ കണ്ട ഒച്ചയ്ക്ക് കത്തിക്കും ഞാൻ. നിന്ന് കണ്ണീരുടിക്കാണ്ട് ഇറങ്ങി. ശ്രേയച്ചി, എന്നെ എന്ത് വേണേലും പറഞ്ഞോ, എങ്ങനെ വേണേലും ഉപദ്രവിച്ചോ. പക്ഷെ മഹിയേട്ടനെ കാണാതെ എന്നെ ഇറക്കി വിടരുത്. എനിക്ക് മഹിയേട്ട ഒരു നോക്ക് കണ്ടാൽ മാത്രം മതി. ഞാൻ പോയിക്കോളാം. ആന്റി ഒന്ന് പറയോ, ഞാനൊന്ന് മഹിയേട്ടനെ കണ്ടോട്ടെ. ഒന്ന് പറയാ ജിത്തേട്ടാ, ഞാനൊന്ന് മഹിയേട്ടനെ കണ്ടോട്ടെ. ഞാൻ എന്ത് പറയാനാ ഗംഗെ? തീരുമാനം എടുക്കുന്നത് ഞാനല്ലല്ലോ. മതിയടി നിന്റെ നാടകം. നിന്റെ അഭിനയത്തിന്റെ മിടുക്ക ബോധമില്ലാത്ത മഹേട്ടൻ വരെ നിന്റെ പേര് പറയുന്നേ. മഹിയേട്ടൻ എന്റെ പേര് പറഞ്ഞോ? ആ പറഞ്ഞു. നിന്നെ ഇവിടെ ഇറക്കി വിടാൻ പറഞ്ഞു. മാളുവിനെ കൊണ്ട് അപകടത്തിൽ ചാടിച്ച നിന്നെ ഇനി കാണണ്ടെന്നും പറഞ്ഞു. ഇറങ്ങി പൊക്കോണം. ഇനി നീ ഇങ്ങോട്ട് കയറി വന്നാ നിന്നെ ഞാൻ കൊന്നിട്ട് ജയിലിൽ പോവും. വാടി ഇങ്ങോട്ട്. ഇല്ല, ഇവളിനി ഇവിടെ വേണ്ട. അത് ശ്രേയല്ല തീരുമാനിക്കുന്നേ. ശ്രേയക്ക് ഇവിടെ നിൽക്കാൻ വയ്യെങ്കിൽ ശ്രേയ പൊയ്ക്കോ. ഗംഗ എന്റെ ഒപ്പം ഇവിടെ ഉണ്ടാവും. ഞാനേ നിന്റെ അമ്മയുടെ സ്ഥാനത്ത് വരേണ്ടവളാ. മഹിയേട്ടന്റെ ഭാര്യ ആവേണ്ടവളാ. എന്നെ നീ ഭരിക്കാൻ വരരുത്. ശ്രേയ എന്റെ അമ്മയോ അല്ല, അച്ഛ
അച്ഛന്റെ ഭാര്യയോ അല്ല. ഞാൻ പറയുന്നതായിട്ട് ഗംഗയെ ഇവിടെ നിർത്തിയില്ലെങ്കിൽ അച്ഛൻ തിരിച്ചു വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ അച്ഛനോട് പറയും. അവള് പറയുന്ന ആന്റി കേട്ടില്ലേ? എന്നിട്ട് എന്താ ഒന്നും മിണ്ടാത്തെ? മോള് പറയുന്നത് അനുസരിക്കുന്നതാ ശ്രേയക്കിപ്പോ നല്ലത്. വിശ്വേട്ടനോ മഹിയോ പറഞ്ഞാൽ കൈലാസം വീട് വിട്ട് ആരായാലും ഇറങ്ങേണ്ടി വരും. മഹി കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാത്തിനും അവകാശിയും അവസാന വാക്കും മാളുവാ. ഗംഗ എവിടെയായിരുന്നു ഇത്രയും നേരം? മാളു, ഞാൻ മഹേട്ടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ശ്രീ മഹേശ്വരന്റെ ക്ഷേത്രത്തിൽ പോയതാ. ശ്രീ മഹേശ്വരന് 108 കുടം ജലധാരം നടത്തി. ശ്രീ മഹേശ്വരൻ അനുഗ്രഹിക്കും. മഹേട്ടൻ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരും. മോള് വിഷമിക്കണ്ട. മഹിയേട്ടന്റെ ഓർമ്മശക്തി ചിലപ്പോ നഷ്ടപ്പെട്ടു പോവുന്നാ ഡോക്ടർ പറയുന്നേ. അങ്ങനെ സംഭവിച്ചാ അത് വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നമാണെന്നാ നീ പറയുന്നേ? മഹിയേട്ടനൊന്നും ഓർമ്മയില്ലെങ്കിൽ പിന്നെ സ്വത്തുക്കളുടെയും കമ്പനിയുടെയും അധികാരം ആർക്കായിരിക്കും? അത് നമ്മുടെ അമ്മയ്ക്ക്. അല്ല, ശ്രേയയ്ക്ക്. ശ്രേയയുടെ സ്വഭാവം അല്ലാതെ തന്നെ സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അങ്ങനെയുള്ളപ്പോ അവക്ക് എല്ലാ സ്വത്തുക്കളുടെയും ബിസിനസിന്റെയും അവകാശം കിട്ടിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ പിന്നെ ശ്രേയയുടെ മുമ്പിൽ പിച്ച എടുക്കേണ്ടി വരും. അങ്ങനെ പിച്ച ചോദിച്ചാലും അവൾ എന്തെങ്കിലും തരുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. നമ്മളാരും ഒരുത്തിയുടെ മുന്നിലും പിച്ച ചോദിച്ചു നിൽക്കാൻ പോകുന്നില്ല. മഹി ജീവിച്ചിരുന്നാലേ അവക്ക് സ്ഥാനമുള്ളൂ. അത് മാത്രമല്ല, അവളുടെയും മഹിയുടെയും വിവാഹം നടക്കുകയും വേണം. അങ്ങനെ മഹിക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ ശ്രേയ വിവാഹത്തിന് തയ്യാറായ അത് മഹിയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള അവളുടെ അടവാണെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാം. ഇനി അതല്ല, മഹിക്ക് എന്തെങ്കിലും സംഭവിച്ച, അയ്യോ, ഈ അവസ്ഥയില് മഹിയേട്ടന് എന്തെങ്കിലും സംഭവിച്ചാ എല്ലാം മാളൂന് മാത്രം സ്വന്തമാവും. അങ്ങനെ മാളൂന് മാത്രം സ്വന്തമായ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. മഹേട്ടന് എന്തെങ്കിലും സംഭവിക്കുന്നൊരു സൂചന കിട്ടിയാ എത്രയും പെട്ടെന്ന് മഹേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങണം. വെറുതെ വെള്ള പേപ്പറിൽ സൈൻ കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെന്ത് ചെയ്യും? സ്വത്തുക്കള് മാളൂന്റെ പേരിലായ പിന്നെ അതിനെന്തെങ്കിലും കൈമാറ്റം സംഭവിക്കണമെങ്കിൽ മാളൂന് 18 വയസ്സ് കഴിയണം. അപ്പോഴത്തേക്കും നമ്മുടെയൊക്കെ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടുണ്ടാവും. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. എന്താ അത്? മഹിയേട്ടന് ഓർമ്മ നഷ്ടപ്പെടാതെ ഒരു കുഴപ്പവും സംഭവിക്കാതെ തിരിച്ചു വരണം. അതുകൊണ്ട് എന്താ പ്രയോജനം? ഇപ്പോ ഉള്ളതുപോലെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു പോവാലോ. ഇപ്പോഴത്തെ അവസ്ഥയില് മഹിയേട്ടന് എന്തെങ്കിലും സംഭവിച്ചാ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഗോകുല് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്നതും എന്നെ കൊണ്ട് മഹിയെ കൊല്ലിച്ച് മാളുവിനെ സ്വന്തമാക്കാൻ നോക്കിയതുമെല്ലാം മാളുവിലൂടെ അവന് കിട്ടാൻ സാധ്യതയുള്ള സ്വത്തുക്കൾ മുന്നിൽ കണ്ട. ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ അവന് കൂട്ടുനിന്ന് മണ്ടനായനെ. അല്ല, രാഹുൽ എന്താ ആലോചിക്കുന്നേ? ഞാൻ മാളുവിനെ കുറിച്ച് ആലോചിച്ചത്. മാളൂനെന്താ? മാളു എല്ലാ സ്വത്തുക്കൾക്കും അവകാശിയായ പിന്നെ മാളുവിന് വേണ്ടി എല്ലാരും കടിപിടി കൂടാൻ തുടങ്ങും. പലരും മാളുവില് അവകാശവും പറഞ്ഞുകൊണ്ട് വരും. ആ, അത് ശരിയാ. അപ്പോ രേഷ്മ പറഞ്ഞത് തന്നെയാണ് നല്ലത്.
മഹി ഒരു കുഴപ്പവും ഇല്ലാതെ തിരിച്ചു വരണം. മഹിയേട്ടൻ ഒന്ന് കണ്ണു തുറന്നാ മതിയായിരുന്നു. ഇതിപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇത്രയും സമയമായില്ലേ, എന്നിട്ടെന്താ മഹി കണ്ണു തുറക്കാത്തത്? മഹിയേട്ടൻ കണ്ണു തുറക്കുമ്പോ ആദ്യം എന്നെ കാണണം, അതാ എന്റെ ആഗ്രഹം. മരണത്തിന്റെ വക്ക് വരെ പോയ ശേഷമുള്ള തിരിച്ചുവരവാ ഇത്. ഒരു പുതിയ ജന്മം പോലെ ഇത്. ഈ പുനർജന്മത്തിൽ മഹിയേട്ടന്റെ മനസ്സില് ഞാൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എന്നെ മാത്രമേ മഹിയേട്ടൻ സ്നേഹിക്കാൻ പാടുള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വേറെ ആരും കടന്നു വരാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് എവിടെയായിരുന്നു? ഞാൻ ശ്രീ മഹേശ്വരന്റെ പ്രസാദം എടുക്കാൻ വേണ്ടി പോയതാ, മഹേട്ടിനെ തൊട്ടു കൊടുക്കാൻ വേണ്ടി. ഇതൊരു ഹോസ്പിറ്റലാണ്, അല്ലാതെ നിനക്ക് അന്ധവിശ്വാസം പ്രൊമോട്ട് ചെയ്യാനുള്ള സ്ഥലമല്ല. പ്രസാദൊന്നും പറഞ്ഞ് വല്ല പൊടിയും ചാരമൊക്കെ എടുത്തോണ്ട് വന്ന് മഹേട്ടിന്റെ തൊട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയാ അടിച്ച് നിന്റെ പല്ല് ഞാൻ താഴെ ഇടും. ഇറങ്ങി പൊടി പുറത്ത്. ശ്രേയജി, ഞാനിതൊന്ന് മഹേട്ടിനെ തൊടിയിച്ചോട്ടെ. ശരിക്കും ശ്രീ മഹേശ്വരന്റെ പ്രസാദം തന്നെയാ. ഇത് തൊട്ടാ ഒരു ഇൻഫെക്ഷനും വരില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാ നല്ലത്. ഇവിടെ നിന്നാൽ എന്താ കുഴപ്പം? ഇത് അച്ഛന് തൊട്ടു കൊടുത്തോട്ടെ. ശ്രീ മഹേശ്വരൻ കേൾക്കും ഗംഗ പ്രാർത്ഥിച്ചാൽ. എന്റെ അച്ഛന് പെട്ടെന്ന് അസുഖം മാറും. മാളു, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. ഇത് മഹേട്ടന്റെ ജീവന്റെ പ്രശ്നോ. നീ വെറും കുട്ടിയാ, നിനക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. പറഞ്ഞു കൊടുക്കാൻറ്റി. അതെ മാളു, ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്നുള്ള ഒന്നും രോഗിയുടെ ദേഹത്ത് പുരട്ടാൻ പാടില്ല. ഇത് ഭസ്മാണ്. ഇത് മഹേട്ടന്റെ നെറ്റിയിലൊന്ന് തൊടിയിച്ചാ മാത്രം മതി. പറ്റില്ലെന്നല്ലേ പറഞ്ഞേ? ഇറങ്ങി പോടി. എന്താ ഇത്? എന്താ ഇവിടെ ഇത്ര ബഹളം? ക്രിട്ടിക്കലായ ഒരു പേഷ്യന്റിനെ കിടത്തിയിരിക്കുന്ന സ്ഥലത്താണോ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? ഡോക്ടർ, ഇവള് കണ്ട് ചാരവും പൊടിയൊക്കെ എടുത്തോണ്ട് വന്ന് മഹേട്ടിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ നോക്കുവാ. അല്ല ഡോക്ടർ, ഇത് ശ്രീ മഹേശ്വരന്റെ പ്രസാദമാ. നീ എന്താടി ഇപ്പൊ ചെയ്തേ? നിന്നെ ഞാൻ... നിൽക്ക്. മഹി ഉണരുകയാണെന്ന് തോന്നുന്നു. ശ്രീ മഹേശ്വരൻ, മഹേട്ടാ, മഹേട്ടനൊന്നും സംഭവിക്കില്ല. ശ്രീ മഹേശ്വരൻ രക്ഷിക്കും, എനിക്കത് ഉറപ്പാ. മഹി, മഹിക്കിത് ആരാണെന്ന് മനസ്സിലായോ? ഗംഗ. അച്ഛാ, മോളെ,
ഇത് ശരിക്കും ഒരു അത്ഭുതമാണ്. മഹിയുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടേക്കുമെന്ന് ഞാൻ ഭയന്നിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഇത് ശരിക്കും ഈശ്വരന്റെ അനുഗ്രഹമാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ചില കാര്യങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം വേണമെന്ന്? അത് ലഭിക്കാൻ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയും സാന്നിധ്യവും നല്ലതാ. നന്നായി ഗംഗേ, നിന്റെ പ്രാർത്ഥനയാ മഹിക്ക് ഒരു പുനർജന്മം നൽകിയത്. നിന്റെ മനസ്സിന്റെ നന്മ മഹി തിരിച്ചറിയുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അബോധാവസ്ഥയിൽ പോലും മഹി ഗംഗയുടെ പേര് പറഞ്ഞത്.